ഹലോ, പ്രൊഡ്യൂസിംഗ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പോളറോയിഡ് ഫോട്ടോസ് എങ്ങനെ നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് വളരെ നല്ല രീതിയിൽ ഈസി ആയിട്ട് സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. പോളറോയിഡ് ഫോട്ടോസ് സെറ്റ് ചെയ്യുന്നത് കൂടാതെ നമുക്കിത് ഏതെല്ലാം ടൈപ്പ് പ്രിന്റുകളാണ് ഇതിന് ഉപയോഗിക്കുക, അതുപോലെ തന്നെ എന്തെല്ലാം ടൈപ്പ് പേപ്പറുകൾ ഇതിന് ഉപയോഗിക്കാം, ഇതിനുപയോഗിക്കുന്ന പേപ്പറുകളുടെ സൈസ് എത്രയാണ്, അതുപോലെ തന്നെ നമുക്ക് പോളറോയിഡ് ഫോട്ടോസ് ഏതെല്ലാം സൈസുകളിൽ ചെയ്യാൻ കഴിയും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് പോളറോയിഡ് ഫോട്ടോസ് സെറ്റ് ചെയ്തിട്ട് പ്രിന്റ് ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ നിലവിൽ പോളറോയിഡ് ഫോട്ടോസും കാര്യങ്ങളെല്ലാം പ്രിന്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഞാനിതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി നല്ല രീതിയിൽ പോളറോയിഡ് ഫോട്ടോസ് സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അതൊക്കെ നല്ല രീതിയിൽ പ്രിന്റ് ചെയ്തെടുക്കാനും കഴിയും. നമ്മുടെ ഈ ഒരു ചാനലിൽ ഡിസൈനിങ്, പ്രിന്റിങ്, ക്രാഫ്റ്റിംഗ് സംബന്ധമായിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോകളും അതുപോലെ ടിപ്സും ട്രിക്സും ഒക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ഷെയർ ചെയ്യുന്നത്. മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടും കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടൊക്കെ വിവിധ തരത്തിലുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ വീഡിയോകളിൽ ഉൾപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലെല്ലാം താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് കമന്റിലൂടെ ചോദിക്കാം. നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടുള്ള എഡിറ്റിംഗ് ആണ്. അതുകൊണ്ട് ഇനിയുള്ള ഭാഗം നിങ്ങൾ വീഡിയോ ഫുൾ സ്ക്രീനിൽ തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളിതിൽ ആദ്യമായിട്ട് നോക്കുന്നത് പോളറോയിഡ് ഫോട്ടോസിന് വേണ്ടിയിട്ട് നമുക്ക് ഏതെല്ലാം ടൈപ്പ് പ്രിന്റ് ആണ് ചെയ്യുക എന്നുള്ളതാണ്. പോളറോയിഡ് ഫോട്ടോസ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് നമുക്ക് 3 ടൈപ്പ് പ്രിന്റിംഗ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഇങ്ക്ജെറ്റ് പ്രിന്റ് ആണ്, മറ്റൊന്ന് ഫോട്ടോ പ്രിന്റ് ആണ്, പിന്നൊന്ന് ലേസർ പ്രിന്റ് ആണ്. നമുക്ക് കുറഞ്ഞ ബഡ്ജറ്റിൽ നല്ല ക്വാളിറ്റി ഉള്ള പ്രിന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ലേസർ പ്രിന്റ് ചൂസ് ചെയ്യാം. ഇനി അതല്ല നമുക്ക് നല്ല ഹൈ ഗ്ലോസിയിലുള്ള ഫോട്ടോ ക്വാളിറ്റി പ്രിന്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റുഡിയോകളിലൊക്കെ പോയിട്ട് ഫോട്ടോ പ്രിന്റ് ചെയ്യാനും കഴിയും. പിന്നുള്ളത് ഇങ്ക്ജെറ്റ് പ്രിന്റ് ആണ്. സ്വന്തമായിട്ട് പ്രിന്ററൊക്കെ വാങ്ങിയിട്ട് പ്രിന്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇങ്ക്ജെറ്റ് പ്രിന്റ് യൂസ് ചെയ്യാം. ഈ ഇങ്ക്ജെറ്റ് പ്രിന്ററുകളിൽ നമുക്ക് നല്ല ഫോട്ടോ ക്വാളിറ്റിയിലുള്ള പ്രിന്റുകൾ എടുക്കാൻ കഴിയും. ഇങ്ക്ജെറ്റ് പ്രിന്ററുകളിൽ സാധാരണ 4 കളർ അതുപോലെ തന്നെ 6 കളറിലുള്ള പ്രിന്ററുകളെല്ലാം വരുന്നുണ്ട്. ഈ ഇങ്ക്ജെറ്റ് പ്രിന്ററുകളിൽ നമ്മൾ 6 കളറിലുള്ള പ്രിന്ററുകളാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൽ ഫോട്ടോ പേപ്പർ ഉപയോഗിച്ചിട്ട് നല്ല ഫോട്ടോ ക്വാളിറ്റിയിലുള്ള പ്രിന്റുകൾ നമുക്ക് എടുക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ഈ 3 ടൈപ്പ് പ്രിന്റിങ്ങിൽ നമുക്ക് കുറഞ്ഞ ബഡ്ജറ്റിൽ നല്ല കൂടുതൽ ലൈഫ് കിട്ടുന്ന പ്രിന്റുകളാണ് നമുക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ നമുക്ക് ലേസർ പ്രിന്റ് സെലക്ട് ചെയ്യാം. ഇനി നമ്മൾ നോക്കുന്നത് ഇതിനുപയോഗിക്കുന്ന പേപ്പറിന്റെ തിക്നെസ് ആണ്. ഇത് സാധാരണ 220 GSM, 250 GSM, 300 GSM എന്നീ തിക്നെസ്സുകളിലുള്ള പേപ്പർ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ ഇങ്ക്ജെറ്റ് പ്രിന്ററുകളിൽ ഫോട്ടോ പേപ്പർ ഉപയോഗിച്ചിട്ടാണ് പ്രിന്റ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ സാധാരണ 220 GSM, 250 GSM എന്നീ തിക്നെസ്സിലുള്ള പേപ്പറുകളാണ് നമുക്ക് മാർക്കറ്റിൽ കൂടുതലായിട്ടും ലഭിക്കുക. ഇങ്ക്ജെറ്റ് പ്രിന്റിന് വേണ്ടിയിട്ട് 300 GSM തിക്നെസ്സിലുള്ള ഫോട്ടോ പേപ്പറും അവൈലബിൾ ആണ്. അതിന് വില അല്പം കൂടുതലായിരിക്കും. ഇനി നമ്മൾ ലേസർ പ്രിന്റ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 3 തിക്നെസ്സിലുള്ള പേപ്പറും അവൈലബിൾ ആണ്. നിങ്ങൾ ലേസർ പ്രിന്റ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മിക്ക ഷോപ്പുകളിലും ഏകദേശം ഈ 220 GSM-നും 250 GSM-നും 300 GSM-നും എല്ലാം ഏകദേശം ഒരേ റേറ്റ് തന്നെ ആയിരിക്കും. ചെറിയ എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് ആണ് ചില ഷോപ്പുകളിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇതിന് ഏറ്റവും നല്ല പേപ്പറായിട്ട് 300 GSM തിക്നെസ്സിലുള്ള ആർട്ട് പേപ്പറാണ്. ഇനി ഇങ്ക്ജെറ്റ് പ്രിന്ററിലാണ് നിങ്ങൾ പ്രിന്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 250 GSM-ഓ 300 GSM-ഓ പേപ്പറുകൾ ഉപയോഗിക്കാം. ഇനി നമ്മൾ നോക്കുന്നത് നമുക്ക് ഇങ്ക്ജെറ്റ് പ്രിന്ററിലും ലേസർ പ്രിന്ററിലൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന വ്യത്യസ്തമായിട്ടുള്ള പേപ്പറിന്റെ സൈസുകളാണ്. അതിൽ നമുക്ക് ഒന്നാമതായിട്ടുള്ളത് A3 എക്സ്പ്രസ് എന്നുള്ള സൈസാണ്. ഇതിന് A3+ എന്നും പറയാറുണ്ട്. ഈ ഒരു പേപ്പർ ഇന്ന് മിക്ക ലേസർ പ്രിന്റ് ഷോപ്പുകളിലും ഇന്ന് അവൈലബിൾ ആണ്. ഈ ഒരു പേപ്പറിന്റെ സൈസ് എന്ന് പറയുന്നത് 13x19 ഇഞ്ചാണ്. സെന്റിമീറ്ററിലാണെങ്കിൽ ഏകദേശം 33x48 സെന്റിമീറ്റർ ആണ് വരിക. ലേസർ പ്രിന്ററുകൾക്ക് വേണ്ടിയിട്ട് ഇങ്ക്ജെറ്റ് പ്രിന്ററുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും വലിയ സൈസിലുള്ള പേപ്പറാണിത്. ഇതിലും വലിയ സൈസിലുള്ള പേപ്പറുകളൊക്കെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് വലിയ ലാർജ് ഫോർമാറ്റ് പ്രിന്ററുകളിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പേപ്പറുകളാണ്. അതിൽ നമുക്ക് പ്രിന്റ് ചെയ്യാൻ താരതമ്യേന റേറ്റ് കൂടുതലായിരിക്കും. പിന്നെ നമുക്ക് വരുന്നത് A3 എക്സ്പ്രസിന്റെ തന്നെ മറ്റൊരു വേരിയന്റ് ആണ്. അതിന്റെ സൈസ് ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കും. 13 ഇഞ്ചിന് പകരം 12.6x19 ഇഞ്ചാണ് വരിക. പേപ്പറിന്റെ വീതിയിൽ അല്പം കുറവായിരിക്കും. ഇതും സാധാരണ A3 എക്സ്പ്രസ് എന്നുള്ള പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. പിന്നെ വരുന്ന മറ്റൊരു സൈസ് എന്ന് പറയുന്നത് 12x18 ഇഞ്ചാണ്. ഇതിന് സാധാരണ A3 എന്നൊക്കെയാണ് പറയാറുള്ളത്. എന്നാലും ഇത് സാധാരണ സ്റ്റാൻഡേർഡ് A3 പേപ്പറിനേക്കാൾ കുറച്ചുകൂടി വലുപ്പം കൂടുതലുണ്ടായിരിക്കും. ഈ ഒരു സൈസിലുള്ള പേപ്പറും സാധാരണ ലേസർ പ്രിന്ററുകളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. പിന്നെ വരുന്ന മറ്റൊരു സൈസ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് A3 സ്റ്റാൻഡേർഡ് സൈസാണ്. ഇതിന്റെ സൈസ് വരുന്നത് 29
29.7 ഇൻറ്റു 42 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് സാധാരണ ബുക്ക് ഷോപ്പുകളിലും പേപ്പർ ഷോപ്പുകളിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു സൈസാണ് A3 സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന സൈസ്. ഈ സൈസിലുള്ള പേപ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇങ്ക് ജെറ്റ് പ്രിന്ററിലും അതുപോലെ തന്നെ ലേസർ പ്രിന്ററുകളിലും നമുക്ക് പ്രിന്റ് എടുക്കാൻ കഴിയും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ A3 സൈസിലുള്ള പേപ്പറിന്റെ 4 പ്രധാനപ്പെട്ട വേരിയന്റുകളാണ് പരിചയപ്പെടുത്തിയത്. ഇത് ഞാനിവിടെ പരിചയപ്പെടുത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൊബൈൽ ഉപയോഗിച്ചിട്ടോ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടൊക്കെ ഡിസൈൻ ചെയ്തിട്ട് പുറത്ത് ഏതെങ്കിലുമൊക്കെ ഷോപ്പിൽ പോയിട്ട് പ്രിന്റ് എടുക്കുന്ന സമയത്ത് പല ഷോപ്പുകളിലും അവരുപയോഗിക്കുന്ന പ്രിന്ററുകളുടെ വ്യത്യാസം അനുസരിച്ചിട്ട് ബ്രാൻഡിന്റെ ഒക്കെ വ്യത്യാസം അനുസരിച്ചിട്ട് അതിലുപയോഗിക്കുന്ന പേപ്പറിന്റെ സൈസുകളിലും വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു പേപ്പറിന്റെ സൈസിലൊക്കെ ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും പ്രിന്റ് എടുക്കുന്നതിനുള്ള ചാർജ് മിക്ക ഷോപ്പുകളിലും ഏകദേശം ഒരേപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഷോപ്പിൽ പോയിട്ട് ആദ്യമായിട്ട് പ്രിന്റ് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിലും സ്ഥിരമായിട്ട് പ്രിന്റ് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിലും അവരുപയോഗിക്കുന്ന പേപ്പറിന്റെ കൃത്യമായിട്ടുള്ള സൈസ് എത്രയാണെന്നുള്ളത് അവരോട് ചോദിച്ചിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു പേപ്പറിന്റെ കൃത്യമായിട്ടുള്ള സൈസിൽ നമ്മൾ ഡിസൈൻ സെറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പരമാവധി നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് തന്നെ ലഭിക്കും. ഇപ്പോൾ പലരും ക്യാൻവ ഉപയോഗിച്ചിട്ടൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ സാധാരണ A3 സ്റ്റാൻഡേർഡ് സൈസിൽ ഡിസൈൻ ചെയ്തതിന് ശേഷം നമ്മൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ഷോപ്പിൽ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉപയോഗിക്കുന്ന പേപ്പർ A3 എക്സ്പ്രസ് എന്നുള്ള സൈസിലുള്ള വലിയ പേപ്പർ ആയിരിക്കും. അപ്പോൾ നമ്മൾ പ്രിന്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ സൈഡിലൊക്കെ ധാരാളം സ്ഥലം ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ഷോപ്പിൽ പ്രിന്റ് എടുക്കുന്ന ആ ഒരു പേപ്പറിന്റെ കൃത്യമായിട്ടുള്ള സൈസ് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ പരമാവധി നമുക്ക് കണ്ടന്റുകളൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആ പേപ്പർ പരമാവധി യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നോക്കാനുള്ള മറ്റൊരു സൈസ് A4 സ്റ്റാൻഡേർഡ് സൈസാണ്. ഈ ഒരു പേപ്പറിന്റെ സൈസ് എന്ന് പറയുന്നത് 21x29.7 സെന്റിമീറ്റർ ആണ്. ഈ ഒരു സൈസിലുള്ള പേപ്പറിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇങ്ക് ജെറ്റ് പ്രിന്ററുകളിൽ പ്രിന്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് പ്രിന്ററൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് വെച്ചിട്ട് പ്രിന്റ് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത് A4 സൈസിലുള്ള പ്രിന്ററുകളായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു സൈസിലുള്ള പേപ്പർ ഉപയോഗിക്കാം. ഇനി നിങ്ങൾ ലേസർ പ്രിന്റ് ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ A4 സൈസിൽ പ്രിന്റ് എടുത്തു കഴിഞ്ഞാലും A3 സൈസിൽ പ്രിന്റ് എടുത്തു കഴിഞ്ഞാലും ഏകദേശം ഒരേ ചാർജ് തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ലേസർ പ്രിന്റ് എടുക്കുന്ന സമയത്ത് പരമാവധി A3 സൈസിലുള്ള പ്രിന്റ് തന്നെ ആയിരിക്കും നന്നായിരിക്കുക. ഇപ്പോൾ നമ്മളിവിടെ പോളറോയിഡ് ഫോട്ടോസിന് വേണ്ടിയിട്ട് ഏതെല്ലാം ടൈപ്പ് പ്രിന്റ് ആണ് ചെയ്യാമെന്നും അതുപോലെ തന്നെ ഏതെല്ലാം ടൈപ്പ് പേപ്പർ ഉപയോഗിക്കുക എന്നുള്ളതും പേപ്പറിന്റെ സൈസുകൾ എത്രയാണെന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ പോളറോയിഡ് ഫോട്ടോസ് നമുക്ക് ഒരു A3 ഷീറ്റിൽ എത്ര എണ്ണം സെറ്റ് ചെയ്യാം, ഓരോ പോളറോയിഡ് ഫോട്ടോസിന് എത്രയൊക്കെ സൈസ് കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റാൻഡേർഡ് A3 സൈസ് പേപ്പറിനകത്ത് നമുക്ക് എത്ര പോളറോയിഡ് വരെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ഞാനിവിടെ കാണിച്ചിട്ടുള്ള ഈ ഒരു നമ്പേഴ്സ് നമുക്കൊരു A3 ഷീറ്റിനകത്ത് സെറ്റ് ചെയ്യാൻ കഴിയുന്ന പോളറോയിഡ്സിൻ്റെ എണ്ണമാണ്. 9, 12, 15, 16 അങ്ങനെ 36 എണ്ണം വരെ നമുക്കൊരു A3 ഷീറ്റിനകത്ത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ കഴിയും. ഇനി നമുക്കിത് ഓരോന്നും എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നുള്ളതും അതുപോലെ തന്നെ ഇതിൻ്റെ സൈസുകളൊക്കെ എത്രയാണെന്നുള്ളതും ഒന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നത് ജംബോ സൈസിലുള്ള പോളറോയിഡ്സ് ആണ്. ഇതൊരു സ്റ്റാൻഡേർഡ് A3 ഷീറ്റിനകത്ത് 9 പോളറോയിഡാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സൈസ് വരുന്നത് 9.63 × 13.73 സെൻറ്റിമീറ്റർ ആണ്. അടുത്തതൊരു A3 ഷീറ്റിൽ 12 പീസ് വരുന്നതാണ്. ഇതിൻ്റെ സൈസ് 9.63 × 10.3 സെൻറ്റിമീറ്റർ ആണ്. അടുത്തായിട്ട് വരുന്നത് മീഡിയം സൈസിലുള്ള പോളറോയിഡ്സ് ആണ്. ഇതൊരു A3 ഷീറ്റിനകത്ത് 16 പീസാണ് വരുന്നത്. ഇങ്ങനെ സൈഡിലേക്ക് 4 താഴേക്ക് 4 ആയിട്ട് ഇതിൻ്റെ സൈസ് വരുന്നത് 7.22 × 10.3 സെൻറ്റിമീറ്റർ ആണ്. അടുത്തതൊരു A3 ഷീറ്റിൽ 20 പീസാണ് വരുന്നത്. ഇതിൻ്റെ സൈസ് വരുന്നത് 7.22 × 8.24 സെൻറ്റിമീറ്റർ ആണ്. സൈഡിലേക്ക് 4 താഴേക്ക് 5 ആണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തതൊരു A3 ഷീറ്റിൽ 25 പീസാണ് വരുന്നത്. ഇതിൻ്റെ സൈസ് വരുന്നത് 5.78 × 8.24 സെൻറ്റിമീറ്റർ ആണ്. സൈഡിലേക്ക് 5 താഴേക്ക് 5 ആയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി വരുന്നത് ഒരു A3 ഷീറ്റിൽ 30 പീസ് വരുന്ന പോളറോയിഡ്സ് ആണ്. ഒരെണ്ണത്തിൻ്റെ സൈസ് വരുന്നത് 5.78 × 7.32 സെൻറ്റിമീറ്റർ ആണ്. ഇനിയുള്ളത് മൈക്രോ സൈസിലുള്ള പോളറോയിഡ് ആണ്. ഇതിൻ്റെ സൈസ് വരുന്നത് 4.82 × 6.87 സെൻറ്റിമീറ്റർ ആണ്. ഇത് നമുക്കൊരു A3 ഷീറ്റിനകത്ത് 36 പീസാണ് കിട്ടുക. ഇപ്പം നമ്മൾ നോക്കിയിട്ടുള്ള ഈ പോളറോയിഡ്സ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് A3 ഷീറ്റിൽ ഇങ്ങനെ വെർട്ടിക്കലായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളിത് A3 ഷീറ്റ് ഇങ്ങനെ ലാൻഡ്സ്കേപ്പ് ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് എണ്ണം കൂടി കിട്ടും. ഇതിൽ വരുന്നത് 15 പീസാണ്. ഇതിൻ്റെ സൈസ് വരുന്നത് 8.24 × 9.63 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് വരുന്നത് 18 പീസാണ്. ഇതിൽ സൈസ് വരുന്നത് 6.87 × 9.63 സെൻറ്റിമീറ്റർ ആണ്. ഇതിലിങ്ങനെ സൈഡിലേക്ക് 6 ഉണ്ട്, താഴേക്ക് 3 ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് 24 പീസാണ് വരുന്നത്. ഇതിൽ നമുക്ക് 6.87 ×
7.22 സെൻറ്റിമീറ്ററുള്ള 24 പീസാണ് ഈ ഒരു A3 ഷീറ്റിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മളിവിടെ സ്റ്റാൻഡേർഡ് A3 സൈസിൽ നമുക്ക് വെർട്ടിക്കലായിട്ടും ലാൻഡ്സ്കേപ്പായിട്ടും നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര എണ്ണം വരെ പോളറോയിഡ്സ് കിട്ടുന്നുള്ളത് അതിൻ്റെ സൈസും നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഈ യെല്ലോ കളറിൽ കാണുന്നതെല്ലാം നമ്മൾ A3 ഷീറ്റ് വെർട്ടിക്കലായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എണ്ണങ്ങളാണ്. അതുപോലെ ഗ്രീൻ കളറിൽ കാണുന്നത് നമുക്ക് ലാൻഡ്സ്കേപ്പായിട്ട് സെറ്റ് ചെയ്താൽ കിട്ടുന്ന എണ്ണങ്ങളാണ്. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്തതിന് ശേഷം അതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് A4 ഷീറ്റിൽ എത്ര പോളറോയിഡ്സ് വരെ നമുക്ക് സെറ്റ് ചെയ്യാം എന്നുള്ളത് കൂടി ഒന്ന് നോക്കാം. ഇതിൽ നമുക്ക് 4, 6, 8, 9, 12, 15 എണ്ണങ്ങളായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. ഇവിടെ നിങ്ങൾ കാണുന്നത് ഒരു A4 ഷീറ്റിൽ പോർട്രേറ്റ് ആയിട്ട് 9 പീസ് പോളറോയിഡ് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ സൈസ് വരുന്നത് 6.73 × 9.63 സെൻറ്റിമീറ്റർ ആണ്. നെക്സ്റ്റ് വരുന്നത് A4 ഷീറ്റിലുള്ള ജംബോ സൈസിലുള്ള പോളറോയിഡ്സ് ആണ്. ഇതൊരു A4 ഷീറ്റിൽ നമുക്ക് 4 പീസാണ് സെറ്റ് ചെയ്യാൻ കഴിയുക. ഇതിൻ്റെ സൈസ് വരുന്നത് 10.31 × 14.45 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമ്മൾ നോക്കുന്നത് ഒരു A4 ഷീറ്റിൽ ലാൻഡ്സ്കേപ്പായിട്ട് സെറ്റ് ചെയ്യുന്നതാണ്. ഇതിൽ നമുക്ക് 6 പീസാണ് കിട്ടുക. ഇതിൻ്റെ സൈസ് വരുന്നത് 9.63 × 10.1 സെൻറ്റിമീറ്റർ ആണ്. അടുത്തതായിട്ട് A4 ഷീറ്റിലുള്ള മീഡിയം സൈസ് പോളറോയിഡ്സ് ആണ്. ഇത് വരുന്നത് 8 പീസാണ് ഒരു A4 ഷീറ്റിനകത്ത് വരുന്നത്. ഇതിൽ 7.22 × 10.1 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. അടുത്ത് വരുന്നത് 12 പീസാണ് ഒരു A4 ഷീറ്റിനകത്ത് വരുന്നത്. ഇതിൻ്റെ സൈസ് 7.22 × 6.73 സെൻറ്റിമീറ്റർ ആണ്. അടുത്ത് വരുന്നത് A4 ഷീറ്റിൽ നമുക്ക് മൈക്രോ സൈസിലുള്ള പോളറോയിഡ്സ് ആണ്. ഇതൊരു A4 ഷീറ്റിനകത്ത് നമുക്ക് 15 പീസാണ് കിട്ടുക. ഇതിൻ്റെ സൈസ് വരുന്നത് 5.78 × 6.73 സെൻറ്റിമീറ്റർ ആണ്. ഇപ്പം നമ്മളിവിടെ A3 ഷീറ്റിലും A4 ഷീറ്റിലും നമുക്ക് എത്ര പോളറോയിഡ് വരെ ഏതൊക്കെ സൈസിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് ഈ പോളറോയിഡ്സ് എങ്ങനെ കൃത്യമായിട്ടുള്ള അളവിൽ വളരെ ഈസി ആയിട്ട് സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ക്യാൻവ എന്ന ആപ്ലിക്കേഷനാണ്. ക്യാൻവ ആപ്പ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ പോയിട്ട് ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്യാം. ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസാണ് കാണാൻ കഴിയുക. ഇവിടെ നമുക്ക് താഴെ ഒരു പ്ലസ് ബട്ടൺ കാണാൻ കഴിയും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കസ്റ്റം സൈസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് മുകളിൽ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള പേജിൻ്റെ സൈസ് സെർച്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് A3 സൈസിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ A3 എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ A3 ഡോക്യുമെൻ്റ് എന്ന് കാണാൻ പറ്റും. അതല്ല നമുക്ക് വേറെ ഏതെങ്കിലും സൈസിലാണ് പ്രിൻ്റ് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ A4 ആണെങ്കിൽ ഇവിടെ A4 എന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് നമുക്കിവിടെ കിട്ടും. ഞാനിവിടെ വേറൊരു ഓപ്ഷൻ കൂടി കാണിച്ചു തരാം. ഇവിടെ നമുക്ക് കസ്റ്റം സൈസ് എന്നുള്ളൊരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ എത്രയാണ് സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സൈസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ കഴിയും. ഞാനിപ്പോൾ ഇവിടെ ഒരു കസ്റ്റം സൈസ് കൊടുക്കുകയാണ്. അതിനായിട്ട് A3ൻ്റെ ഒരു സൈസായിട്ട് A3 പോർട്രേറ്റിലാണ് ഞാനിത് സെറ്റ് ചെയ്യുന്നത്. അതിനായിട്ട് ഇവിടെ ഞാൻ 29.7 എന്നുള്ള ഒരു വാല്യൂ കൊടുക്കുകയാണ്. A3 സൈസിൻ്റെ വീതിയാണ് ഈ വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഹൈറ്റായിട്ട് വരുന്നത് 42 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ 42 എന്ന് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ റെഡ് കളറിൽ കാണിക്കുന്നത് ഇതിൻ്റെ യൂണിറ്റ് സെലക്ട് ചെയ്യാത്തതുകൊണ്ടാണ്. അതിന് മുമ്പായിട്ട് ഇവിടെ യൂണിറ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് സെൻറ്റിമീറ്ററിലാക്കി കൊടുക്കുക. ഈ PX എന്ന് കാണിക്കുന്നത് ഇവിടെ നമ്മൾ സെൻറ്റിമീറ്റർ എന്നുള്ള ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഈ വാല്യൂ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ 29.7 എന്നുള്ളൊരു വാല്യൂ കൊടുക്കാം. ഇവിടെ നമുക്ക് ഹൈറ്റ് എന്നുള്ള കോളത്തിൽ 42 എന്നുള്ളൊരു വാല്യൂ കൊടുക്കാം. ഇവിടെ ഇപ്പോൾ നമുക്ക് ക്രിയേറ്റ് ന്യൂ ഡിസൈൻ എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമുക്കിവിടെ സ്റ്റാൻഡേർഡ് A3 സൈസിലുള്ള ഒരു ബ്ലാങ്ക് പേജ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇത് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പേജിന് ആദ്യമായിട്ട് 4 സൈഡിൽ ഒരു മാർജിൻ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ മുകളിൽ കാണുന്ന ഈ 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യാം. 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമുക്ക് ആഡ് ഗൈഡ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമുക്ക് കുറേ ഗൈഡ് ലൈൻസ് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഏറ്റവും താഴെ ഇതിൻ്റെ ഓപ്ഷൻസിൽ വരുമ്പോൾ ഇവിടെ കസ്റ്റം എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ഈ കോളം എന്നുള്ള ഒരു ഓപ്ഷൻ എടുത്തിട്ട് ഇതിൽ 0 എന്നുള്ള വാല്യൂ ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ഇവിടെ മാർജിൻ എന്നുള്ള ഒരു സെക്ഷനിൽ വന്നതിന് ശേഷം 0.4 എന്നുള്ളൊരു വാല്യൂ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് താഴെ ഇപ്പോൾ റോസ് എന്നുള്ളൊരു സെക്ഷൻ കാണാൻ കഴിയും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ ഈ മാർജിൻ എന്നുള്ള കോളത്തിൽ വന്നതിന് ശേഷം 0.4 എന്നുള്ളത് ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ 0.4 എന്ന് പറയുന്നത് ഇതിൻ്റെ മാർജിനാണ്. 0.4 സെൻറ്റിമീറ്റർ ആണ് ഈ ഒരു വാല്യൂ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഈ വാല്യൂ രണ്ടിടത്തും മാറ്റിയതിന് ശേഷം ഡൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ 4 സൈഡിലൊരു മാർജിൻ വന്നിട്ടുണ്ട്. 0.4 സെൻറ്റിമീറ്റർ ആണ് ഈ ഒരു മാർജിൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മാർജിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. ഈ ഒരു മാർജിൻ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ
നമുക്ക് പല പ്രിൻ്ററുകളിലും പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് 4 സൈഡിലും ഇത്രയും ഏരിയ മാർജിന് കട്ടായി പോകും. ഈ സൈഡിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പ്രിൻ്റ് വരുന്നതല്ല. ചില ഇങ്ക്ജെറ്റ് പ്രിൻ്ററുകളിൽ ബോർഡർലെസ് പ്രിൻറ്റിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫീച്ചർ ഉണ്ട്. അങ്ങനെയുള്ള പ്രിൻ്ററുകളിൽ മാത്രമേ നമുക്ക് പേപ്പറിൽ കംപ്ലീറ്റ് ആയിട്ട് പ്രിൻ്റ് വരാൻ ചാൻസ് ഉള്ളൂ. അങ്ങനെ നമ്മൾ പ്രിൻ്റ് കൊടുത്താൽ തന്നെ ആ പ്രിൻ്റ് വരാനൊക്കെ കൂടുതൽ സമയമെടുക്കും. അപ്പോൾ മിക്ക പ്രിൻ്ററുകളിലും ഈ 4 സൈഡിൽ ഈ ബോർഡർ വരുന്ന രീതിയിലായിരിക്കും നമുക്ക് പ്രിൻ്റ് കിട്ടുക. അപ്പോൾ ആ ഒരു 4 സൈഡിലേക്കും നമ്മൾ എഡ്ജിൽ കംപ്ലീറ്റ് ഫിറ്റ് ആക്കിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസൈന് നമ്മൾ ആ ഒരു പ്രിൻ്റിൽ വരുന്നതല്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു മാർജിൻ അവിടെ കീപ്പ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മൾ കൊടുക്കുന്ന കണ്ടൻറ്റുകളെല്ലാം വൃത്തിയായിട്ട് പ്രിൻ്റിൽ വരുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു പേജിൽ എങ്ങനെ ഈസി ആയിട്ട് പോളറോയിഡ് ഫോട്ടോസ് സെറ്റ് ചെയ്യുക എന്നുള്ളത് കൂടി ഒന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ താഴെ എലമെൻറ്റ്സ് എന്നുള്ള ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഈ എലമെൻറ്റ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഷേപ്സ് എന്നുള്ളൊരു സെക്ഷൻ ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു സെക്ഷൻ ഇവിടെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും മുകളിൽ നമ്മൾ ഈ സെർച്ച് ബാറിൽ ഷേപ്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ഈ ഒരു സ്ക്വയർ ഷേപ്പ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ആ ഒരു ഷേപ്പ് ഈ ഒരു പേജിനകത്ത് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ പേജിൻ്റെ പുറത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ആ പേജ് നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ കഴിയും. ഇനി നമുക്ക് ഈ സ്ക്വയറിലുള്ള ഈ ഒരു എലമെൻറ്റിൻ്റെ സൈസ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് പോളറോയിഡിൻ്റെ സൈസാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതിനായിട്ട് ഈ എലമെൻറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ താഴെയുള്ള ഈ ഒരു ടൂൾ ബാറിൽ ലാസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പൊസിഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ഇതിൻ്റെ ലാസ്റ്റിൽ അഡ്വാൻസ്ഡ് എന്നുള്ളൊരു ഓപ്ഷൻ താഴെ കാണാൻ പറ്റും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ അഡ്വാൻസ്ഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വിഡ്ത്ത് ഹൈറ്റ് എന്ന് പറഞ്ഞിട്ട് 2 കോളങ്ങൾ കാണാൻ പറ്റും. ഇതിൽ നമ്മൾ ഇതിൻ്റെ സൈസ് മെൻഷൻ ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ കോളത്തിൽ 7.22 എന്നുള്ളൊരു വാല്യൂ ആണ് ഞാൻ കൊടുക്കുന്നത്. ഇത് സെൻറ്റിമീറ്റർ ആണ്. അടുത്ത കോളത്തിൽ 10.3 എന്നുള്ള ഒരു വാല്യൂ ആണ് കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്കിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ആ സൈസ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം. അതിനായിട്ട് താഴെയുള്ള ഈ ടൂൾ ബാറിൽ തന്നെ ഫസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കളർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇതിന് നമുക്കിപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് കൊടുക്കേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ വൈറ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ഈ ഒരു ഓപ്ഷൻ നമുക്ക് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിന് ബോർഡറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കത് എവിടെയാണെന്നുള്ളത് മനസ്സിലാകുന്നില്ല. അവിടെ ആ ഒരു എലമെൻറ്റിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നമുക്കിതിൻ്റെ ഒരു ബോർഡർ കൊടുക്കാം. ഈ ഒരു ബോർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ആ ഒരു ബോർഡറിലൂടെ നമുക്ക് കൃത്യമായിട്ട് പ്രിൻ്റ് എടുത്തതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിനായിട്ട് നമ്മൾ ആ ഒരു എലമെൻറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ സ്റ്റൈൽ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്കിപ്പോൾ ലൈൻസ് കാണാൻ പറ്റും. ഇതിൽ ആദ്യത്തെ ഈ ലൈനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ഈ ഒരു 4 എന്നുള്ളൊരു വാല്യൂ മാറ്റിയതിന് ശേഷം 0.5 എന്നുള്ളൊരു വാല്യൂ കൊടുക്കാം. അതിന് ശേഷം ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ തിന്നായിട്ടുള്ളൊരു ബോർഡർ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു ബോർഡറിലൂടെ നമുക്ക് ഈ പോളറോയിഡ്സ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ആ ഒരു പേജിനൊന്ന് ചെറുതായിട്ടൊന്ന് സൂം ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് ഫോട്ടോ ആഡ് ചെയ്യാനുള്ള ഒരു എലമെൻറ്റ് കൂടി നമുക്ക് ആഡ് ചെയ്യാം. അതിനായിട്ട് ഇവിടെ താഴെ എലമെൻറ്റ് എന്നുള്ള ഓപ്ഷനിൽ തന്നെ വന്നതിന് ശേഷം നമുക്കിവിടെ ഫ്രെയിംസ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഫ്രെയിംസ് എന്ന് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫ്രെയിംസ് വരുന്നതാണ്. ഇതിൽ നിന്ന് ഞാനൊരു റെക്റ്റാങ്കിളിലുള്ള ഒരു ഫ്രെയിം, ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഫ്രെയിമാണ് സെലക്ട് ചെയ്യുന്നത്. ആ ഒരു ഫ്രെയിം ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു ഫ്രെയിമിനെ നമ്മളൊന്ന് ചെറുതാക്കി കൊടുക്കുക. ഈ ഒരു നമ്മൾ ആദ്യം വെച്ചിട്ടുള്ള ഈ ഒരു എലമെൻറ്റിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് ആ ഒരു ഫ്രെയിമിനൊന്ന് സെറ്റാക്കി കൊടുക്കുക. നമുക്ക് ആവശ്യമുള്ള സൈസിലേക്ക് അതിനൊന്ന് വലുതാക്കി കൊടുക്കുക. ഇങ്ങനെ ഒരു സൈസിലാക്കിയതിന് ശേഷം ഇവിടെ താഴെ നമുക്ക് കുറച്ച് അധികം സ്പേസ് വേണം. ഇവിടെ നമുക്ക് എന്തെങ്കിലും മാറ്ററുകൾ എക്സ്ട്രാ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇമോജിയോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ താഴെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി നമ്മൾ അതിൻ്റെ പുറത്തൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ ആ ഒരു ഫ്രെയിം കറക്റ്റായിട്ട് അതിൽ ഫിറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ 2 എലമെൻറ്റിനെയും കൂടി ഒരുമിച്ച് ഗ്രൂപ്പ് ആക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് ആദ്യം ഈ ഒരു ഫ്രെയിമിലൊന്ന് സെലക്ട് ചെയ്യാം. അതിന് ശേഷം നമുക്ക് മുകളിൽ കാണുന്ന ഈ 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമുക്ക് സെലക്ട് മൾട്ടിപ്പിൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ആദ്യം കൊടുത്തിട്ടുള്ള ആ ഒരു പുറത്തുള്ള ആ ഒരു ബോർഡർ ആയിട്ടുള്ള ആ ഒരു എലമെൻ്റ് ഉണ്ടല്ലോ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ആ ഒരു 2 എലമെൻറ്റ് കൂടി ഒരുമിച്ച് സെലക്ട് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ താഴെ ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ആ 2 എലമെൻറ്റ് ഗ്രൂപ്പ് ആയിട്ടുണ്ട്. നമ്മൾ ഈ ഓപ്ഷൻ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ ഒരു ഫ്രെയിമിനെ കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു പേജിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ ഈ ഒരു പേജിനെ ഇങ്ങനെ നീക്കി വെച്ചതിന് ശേഷം ഇവിടെ കറക്റ്റായിട്ട് ഈ ഒരു കോർണറിൽ കൊടുത്തിട്ട് ഈ ഒരു മാർജിനിൽ ടച്ച് ചെയ്തിരിക്കുന്ന രൂപത്തിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ അതവിടെ കറക്റ്റായിട്ട് ഫിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ ഇവിടെ 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഡ്യൂപ്ലിക്കേറ്റ് ഐക്കൺ ഇവിടെ കാണാൻ പറ്റും. ഇനി ഇവിടെ ഈ ഐക്കൺ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ താഴെയുള്ള ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്കിവിടെ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഇവിടെ വന്നിട്ടുണ്ട്. ആ ഒരു ഡ്യൂപ്ലിക്കേറ്റിന് നമ്മൾ നേരെ ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു ലൈനിൽ തന്നെ കറക്റ്റായിട്ട് ടച്ച് ചെയ്ത് വെക്കുക. മുകളിലുള്ള ആ ഒരു മാർജിനിലും അതുപോലെ തന്നെ മറ്റേ ഫ്രെയിമിൻ്റെ ആ ഒരു ബോർഡർ ലൈനിലും കറക്റ്റായിട്ട് ടച്ച് ആയിരിക്കുന്ന രൂപത്തിൽ ഇവിടെ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് കൊടുക്കുക. ശേഷം വീണ്ടും നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് ഒരു ഡ്യൂപ്ലിക്കേറ്റ് കൂടി വന്നിട്ടുണ്ട്. വീണ്ടും ഒന്നുകൂടി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഫ്രെയിംസ് ഈ ഒരു മാർജിനിൽ കറക്റ്റായിട്ട് ഫിറ്റാക്കി വെക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഇതിങ്ങനെ നമ്മളിങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രെയിമിൽ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ താഴെ ഈ ടൂൾ ബാറിൽ വന്നതിന് ശേഷം ഇവിടെ നമുക്ക് ലാസ്റ്റിൽ നഡ്ജ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് താഴേക്കും റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഒക്കെ ആരോസ് കാണാൻ പറ്റും. ഈ ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിനെങ്ങനെ മൂവ് ചെയ്യിക്കാൻ പറ്റും. ഇതിങ്ങനെ ലെഫ്റ്റിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ചെറുതായിട്ട് ലെഫ്റ്റിലേക്ക് മൂവ് ആവും. ഇപ്പോൾ ഇതിവിടെ കറക്റ്റായിട്ട് ആ ഒരു മാർജിനിൽ ടച്ചായി വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ ടോപ്പിലേക്ക് നമുക്കിങ്ങനെ ഈ ഒരു നഡ്ജ് ടൂള് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് അത് അവിടെ ടച്ച് ചെയ്തിട്ട് വെക്കാൻ പറ്റും. അങ്ങനെ നമ്മളിവിടെ ഇതിൻ്റെ 4 ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഈ 4 ഫ്രെയിമിനെയും കൂടി നമുക്കൊന്ന് ഗ്രൂപ്പ് ആക്കണം. അതിനായിട്ട് ആദ്യത്തെ ഫ്രെയിമിലൊന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് താഴെ 3 ഡോട്ട് കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ നമുക്ക് സെലക്ട് മൾട്ടിപ്പിൾ എന്നുള്ള ഓപ്ഷൻ കാണാം. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം അടുത്ത ഫ്രെയിമിലൊന്ന് സെലക്ട് ചെയ്യാം. അടുത്ത ഫ്രെയിമിലും സെലക്ട് ചെയ്യുക. 4ാമത്തെ ഫ്രെയിമിലും സെലക്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമുക്ക് താഴെ ഗ്രൂപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ആ 4 ഫ്രെയിം കൂടി ഒരുമിച്ച് ഗ്രൂപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ആ 4 ഫ്രെയിമും കൂടി ഒരുമിച്ച് ഒരു ഡ്യൂപ്ലിക്കേറ്റ് വന്നിട്ടുണ്ട്. അതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് വെക്കുക. ഈ താഴെ നമുക്ക് മൂവ് ചെയ്തിട്ട് കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ താഴെയുള്ള ആ ഒരു നഡ്ജ് എന്നുള്ളൊരു ഓപ്ഷൻ എടുത്തുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഒന്നുകൂടി ഡ്യൂപ്ലിക്കേറ്റിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പം നമുക്കിവിടെ 4 റോസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഓപ്ഷൻ ക്ലോസ് ചെയ്യാം. ഇപ്പം നമുക്കിവിടെ ഒരു A3 ഷീറ്റിൽ 16 ഫ്രെയിംസ് കറക്റ്റായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. കട്ട് ചെയ്യാനുള്ള ബോർഡർ എല്ലാം ഇതിൽ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെയുള്ള പോളറോയിഡ്സ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പേജ് സൈസുകളിൽ, ഡിഫറെൻ്റ് ആയിട്ടുള്ള പോളറോയിഡ് സൈസുകളിൽ സെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതിനൊരുപാട് സമയം കളയാനൊന്നും നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ സൈസ് പേജുകളുടെയും എല്ലാ സൈസിലുള്ള പോളറോയിഡ്സിൻ്റെയും ടെംപ്ലേറ്റുകൾ അവൈലബിൾ ആണ്. ഇതിലെ എല്ലാ ടെംപ്ലേറ്റുകളും പെയ്ഡ് ടെംപ്ലേറ്റുകളാണ്, ഫ്രീ അല്ല. അപ്പോൾ ഇതിനൊന്നും കൂടുതൽ സമയം മെനക്കെടുത്താൻ പറ്റാത്തവർക്ക്, കൂടുതൽ റിസ്ക് എടുക്കാൻ പറ്റാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ടെംപ്ലേറ്റുകൾ പ്രയോജനപ്പെടുത്താം. ഈ ടെംപ്ലേറ്റുകൾ നിങ്ങൾ ഓൺ ടൈം ചെറിയൊരു എമൗണ്ടിന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ലൈഫ് ടൈം യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഫോട്ടോസ് എങ്ങനെ സിമ്പിളായിട്ട് ആഡ് ചെയ്യാന്നുള്ളത് കൂടി ഒന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യത്തെ ഫ്രെയിമിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഈ ആദ്യത്തെ ഈ ഒരു ഫ്രെയിമിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ താഴെ റീപ്ലേസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഗാലറി ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് താഴെ റീപ്ലേസ് മൾട്ടിപ്പിൾ എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ നമുക്ക് താഴെ കുറേ ഫ്രെയിംസ് കാണാൻ പറ്റും. ഇത് നമ്മളിപ്പോൾ ആ ഒരു പേജിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ഫ്രെയിംസ് ആണ് ഇവിടെ കാണുന്നത്. ഇതിൽ നമ്മൾ ഈ ആദ്യത്തെ ഫ്രെയിം ഇങ്ങനെ ഡിഫോൾട്ടായിട്ട് സെലക്ട് ആയിട്ട് കിടക്കുന്നുണ്ടാവും. അതിലൊന്നും നമ്മൾ ചേഞ്ച് വരുത്തേണ്ട ആവശ്യമില്ല. ഇവിടെ നേരെ വന്നിട്ട് നമ്മൾ ഗാലറിയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് താഴെ 1ാമത്തെ ഫ്രെയിം ഇവിടെ ഫില്ലായതായിട്ട് കാണാം. ഇനി നമ്മൾ 2ാമത്തെ ഫ്രെയിമിൽ 2ാമത്തെ ഫോട്ടോയിലൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ള ഫോട്ടോസ് എല്ലാം ഓരോന്നായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഫോട്ടോസും നമ്മൾ സെലക്ട് ചെയ്യുക. എല്ലാ ഫോട്ടോസും നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ഡൺ എന്നുള്ള ബട്ടണിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ ആ ഒരു പേജിനകത്ത് പോളറോയിഡ്സ് എല്ലാം വളരെ കൃത്യമായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു ഫോട്ടോസ് നമുക്ക് ആ ഒരു ഫ്രെയിമിനകത്ത് കറക്റ്റായിട്ട് സെറ്റായി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് അതിൻ്റെ സൈസോ കാര്യങ്ങളോ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോയിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു ഫോട്ടോൻ്റെ സൈസിന് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ 4 സൈഡിൽ ഇങ്ങനെ ഒരു ഡോട്ട് കാണാൻ പറ്റും. ഇതിൽ നമുക്ക് ആവശ്യമുള്ള ഡോട്ടിൽ പിടിച്ചതിന് ശേഷം ഇങ്ങനെ വലിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഫോട്ടോനെ ഇങ്ങനെ മൂവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോട്ടോൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഈ ഫോട്ടോനെ ഞാൻ അത്യാവശ്യം വലുതാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ താഴെ ഡൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ആ ഒരു ഫോട്ടോ നമുക്കിപ്പോൾ ഇവിടെ വലുതായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഏതെങ്കിലും ഫോട്ടോസൊക്കെ ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ അതിൻ്റെ ബ്രൈറ്റ്നസ്സോ കളറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോയിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് താഴെ അഡ്ജസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അഡ്ജസ്റ്റിലൊന്ന് ക്ലിക്ക് ചെയ്യാം.
അഡ്ജസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓട്ടോ അഡ്ജസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ കളർ അഡ്ജസ്റ്റ് ആവുന്നതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പല ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ് അങ്ങനെയുള്ള ഓപ്ഷനുകളൊക്കെ കാണാൻ പറ്റും. ബ്രൈറ്റ്നസ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ ഈ ഒരു ഇതിങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കോൺട്രാസ്റ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു ഓപ്ഷൻ ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോയിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ റീപ്ലേസ് കൊടുക്കുക. റീപ്ലേസ് കൊടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫോട്ടോ ചേഞ്ച് ആയി വരുന്നതാണ്. ഇനി നമുക്ക് ഇതിൽ ഓരോരോ ഫോട്ടോസിൻ്റെ താഴെ എന്തെങ്കിലുമൊക്കെ വേർഡ്സോ കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ നമുക്ക് താഴെ ടെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ഈ ഏറ്റവും ചെറിയ ലെറ്റർ ആഡ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ബോഡി ടെക്സ്റ്റ് എന്നുള്ള ഈ ചെറിയ ലെറ്റർ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്യുകയാണ്. അതിന് ശേഷം ഇതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കി കൊടുക്കാം. ഈ ഒരു ഫോണ്ടിലൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ ഫോണ്ട് സൈസ് എന്നതിൽ വന്നതിന് ശേഷം നമുക്കിതിൻ്റെ ഫോണ്ട് സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കളർഫുൾ മൊമെൻറ്റ്സ് ഇതിനെ നമുക്കൊന്ന് മൂവ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഇതിൻ്റെ താഴെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഓരോ ഫോട്ടോസിനും താഴെ ആവശ്യമുള്ള വേർഡ്സും കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം നമുക്കിതിനെ പ്രിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും മുകളിൽ കാണുന്ന ഈ മുകളിലേക്കുള്ള ആരോയിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ നമുക്ക് താഴെ ഡൗൺലോഡ് എന്ന് കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫയൽ ടൈപ്പ് സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. ഇതിൽ ഫയൽ ടൈപ്പ് എന്നുള്ള ഈ ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ PDF പ്രിൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷനിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് PDF സ്റ്റാൻഡേർഡ് എന്നുള്ളൊരു ഓപ്ഷൻ മുകളിൽ കാണാൻ പറ്റും. അതിൽ നമ്മൾ ഒരിക്കലും പ്രിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യരുത്. താഴെയുള്ള PDF പ്രിൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാം. അതിന് ശേഷം നമുക്കിവിടെ താഴെ ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കാം. അതിന് മുമ്പായിട്ട് ഇവിടെ നമുക്ക് കളർ പ്രൊഫൈൽ എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ ക്യാൻവയുടെ പ്രീമിയം വേർഷൻ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഇവിടെ CMYK എന്നുള്ളൊരു ഓപ്ഷൻ കൂടി നമുക്ക് കാണാൻ പറ്റും. ഇത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ക്യാൻവയുടെ ഫ്രീ വേർഷൻ ഉപയോഗിക്കുന്നവർക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാൻ കഴിയില്ല. പ്രോ വേർഷൻ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ കുറച്ചുകൂടി നല്ല ക്വാളിറ്റിയിലുള്ള പ്രിൻറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ CMYK എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇനി ഫ്രീ വേർഷൻ ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഡിഫോൾട്ടായിട്ടുള്ള ഈ RGB എന്നുള്ളൊരു ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് താഴെ ഡൗൺലോഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ആ ഒരു ഫയൽ ഇവിടെ ഡൗൺലോഡിന് വേണ്ടിയിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ആ ഫയൽ ഇവിടെ കംപ്ലീറ്റ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വാട്സപ്പിലേക്കോ അതല്ലെങ്കിൽ നമ്മുടെ ഫോണിലേക്കൊക്കെ സേവ് ചെയ്യാം. ഇനി നമുക്ക് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു പോളറോയിഡ്സിന് നമുക്ക് പിന്നീട് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വീണ്ടും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ഒരു പേര് കൊടുത്തിട്ട് നമുക്ക് സേവ് ചെയ്തിട്ട് കീപ്പ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ വേറെ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ ഓപ്പൺ ചെയ്തിട്ട് നേരെ നമുക്ക് ഈ ഓരോ ഫ്രെയിമിലും ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഫോട്ടോസ് നമുക്ക് നേരെ റീപ്ലേസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിനൊരു പേര് കൊടുത്തിട്ട് സേവ് ചെയ്യുക എന്നുള്ളത് കൂടി ഒന്ന് നോക്കാം. അതിനായിട്ട് നമുക്കിവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ഈ 3 ഡോട്ടിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഏറ്റവും മുകളിൽ ഇതിൻ്റെ പേര് കാണാൻ പറ്റും. ഇവിടെ ഈ ഒരു പെൻസിൽ ചിഹ്നത്തിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ പേര് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ നമുക്കിതിനൊരു പേര് കൊടുക്കാം. ഞാനിവിടെ ഇതിന് A3 മീഡിയം പോളറോയിഡ് എന്ന് കൊടുക്കുകയാണ്. മീഡിയം പോളറോയിഡ് അത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ആ ഒരു പേജ് ആ ഒരു A3 മീഡിയം പോളറോയിഡ് എന്ന് പറഞ്ഞ പേരിൽ നമ്മൾ ക്യാൻവയിൽ സേവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ സേവ് ചെയ്ത് വെച്ച ആ ഒരു ഡോക്യുമെൻറ്റിനെ നമുക്ക് പിന്നീട് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും നമുക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാൻവയുടെ ഹോം പേജിൽ വന്നതിന് ശേഷം ഇവിടെ ഈ ഒരു സെർച്ച് ബാറിൽ നമ്മൾ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അതിന് മുമ്പായിട്ട് ഇവിടെ നമ്മൾ ഏറ്റവും മുകളിൽ യുവർ ഡിസൈൻ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാം. അതിൻ്റെ ശേഷം നമുക്കിവിടെ സെർച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മീഡിയം പോളറോയിഡ് എന്ന് സെർച്ച് ചെയ്യുകയാണ്. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ആ ഒരു ഡോക്യുമെൻറ്റ് നമുക്കിവിടെ താഴെ കാണാൻ പറ്റും. അത് നമുക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും എഡിറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ നമ്മൾ പോളറോയിഡ് ഫോട്ടോസ് എഡിറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് നമ്മുടെ പ്രോ ഡിസൈൻ മലയാളം എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.